ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹിയുടെ 85ാമത്തെ ഹിക്മത്താണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ പറഞ്ഞു ഖബറ് ബസ്ത് പറഞ്ഞു. ബസ്തില് മഹാന്മാർ ഭയപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. കാരണം നഫ്സിന്റെ റോള് എപ്പോഴും ഉണ്ടാകുന്നത് എന്തിനാണ്? ബസ്തിലാണ്. ബസ്തും ഖബറും ഉണ്ടാകാനുള്ള കാരണം മൻഉം അത്താവാണ്, കിട്ടലും തടയലുമാണെന്ന് പറഞ്ഞു. മൻഉം അത്താവിനനുസരിച്ച് ഖബറും ബസ്തും ഉണ്ടാകുന്നത് ഫഹമിന്റെ കുറവുണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു. ഫഹമുണ്ടെങ്കിൽ മൻഉം എന്തല്ല, മൻ അല്ല, അത്താവൊന്നും എന്തല്ല, അത്താവ് അല്ല. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ കാര്യമായിട്ട് അള്ളാഹുവിന്റെ അടിമയ്ക്ക് വേണ്ടത് എന്താണ്? ഫഹമാണ്. ഫഹമുണ്ടെങ്കിൽ ഈ വിഷയത്തിലൊക്കെ എന്തായി? എല്ലാത്തിനെ കുറിച്ച് വ്യക്തമായ ബോധം, അള്ളാഹുവിനെ കുറിച്ചുള്ള വിവരം ഉണ്ടായിരുന്നതാണ്. കുറെ ഹദീസും ആയത്തും ഖുർആനും ഫിഖിന്റെ നിയമങ്ങളും അറിയുന്നതിനേക്കാളും അത് വേണം, അത് വേണ്ടെന്നല്ല. അള്ളാഹുവിന്റെ അടിമയ്ക്ക് ശരിക്കും അള്ളാഹിനെ കുറിച്ചുള്ള അറിവുണ്ടാവുക എന്നുള്ളത് എന്താണ്? അള്ളാഹിനെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവുക എന്നുള്ളത്, അതാണ് ഫഹം. നിയമങ്ങളൊക്കെ അള്ളാഹുവിനൊക്കെ ഇബാദത്തുകൾ ക്രമീകരിക്കാനും ശക്തപ്പെടുത്തണം. അതുവഴി അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ ആ ഗാഢത നമുക്ക് നിയമം വർദ്ധിക്കണം. അങ്ങനെയാണ് നമുക്ക് ഫഹം ഉണ്ടാവുക. എന്തുകൊണ്ടാണ് പലർക്കും ഫഹം നഷ്ടപ്പെടുന്നത് എന്നതിനെ കുറിച്ചാണ് ഇനിയുള്ള ഹിക്മത്തിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് പലർക്കും ഫഹം നഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? അത് കാര്യങ്ങളുടെ ബാഹ്യത്തിലേക്ക്, ലോഹിർ കൊണ്ട്, ലോഹിറല്ല ബാഹ്യം, കാര്യങ്ങളുടെ ഏത് സംഗതിക്കും ഏത് വിഷയത്തിനും അള്ളാഹുത്താല എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ വിഷയത്തിലും എന്തുണ്ട്? ലോഹിറുണ്ട്, ബാത്തിനുണ്ട്. ലോഹിറും ബാത്തിനില്ലാത്തൊരു സംഗതിയും ഇല്ല. അല്ലാഹു ലോഹിറും വൽ ബാത്തിനും. എല്ലായിടത്തും ആരുണ്ട്? അല്ലാഹു തആല ഉണ്ട്. ഏത് വിഷയത്തിന് എന്തുണ്ട്? ലോഹിറുണ്ട്, ബാത്തിനുണ്ട്. ലോഹിറല്ല പുറംഭാഗം, നമ്മൾ കാണുന്ന, കണ്ണുകൊണ്ട് കാണുന്ന, നമ്മളെ ആകർഷിക്കുന്ന ആ പുറംഭാഗം, അതിനാണ് ലോഹിർ എന്ന് പറയുന്നത്. ബാത്തിൻ എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കിയാൽ, പഠിച്ചാൽ അതിന്റെ ഉള്ളിന്റെ യഥാർത്ഥ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കും അതിന്റെ ഹക്കീകത്ത്. ഈ കാണുന്ന ഒരു സാധനം ഇങ്ങനെ നല്ല ഭംഗി ചേർക്കുന്നുണ്ടാവും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിലേക്ക് പോയാൽ അതിന്റെ ഒറിജിനൽ സ്വഭാവം കിട്ടുന്നതാണ് ഏത്? ബാത്തിൻ. ചില ആളുകളെ കണ്ട ഭയങ്കര സ്വഭാവം, നല്ല ഉഷാറും റാഹത്തും സന്തോഷമൊക്കെ തോന്നും, പക്ഷെ ആളെ 4 ദിവസം അടുത്ത് കഴിഞ്ഞാല് ഫുള്ളും മടുക്കും. അതെന്താണ്? ബാത്തിൻ. ചില വിഷയങ്ങൾ നമ്മൾ കണ്ടാല് ഭയങ്കര സന്തോഷം റാഹത്തൊക്കെ തോന്നും, പക്ഷെ വിഷയം അതിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വിഷയം വെറും വേസ്റ്റാണ്, ഒരു ഉപകാരം, മറിച്ച് ഉപദ്രവം വരെ ആണ് നമുക്ക് ബോധ്യപ്പെടും. അതാണ് ബാത്തിൻ. അപ്പൊ ഏത് സംഗതികൾക്കും ലോഹിറുണ്ട്, ബാത്തിനുണ്ട്. അപ്പോ ഫഹമില്ലാത്ത ആളുകൾ എന്താന്ന് വെച്ചാൽ, അപ്പോ ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഫഹം നഷ്ടപ്പെട്ടാൽ അധിക ആളുകൾ എന്താ ചെയ്യുക? അധിക ആളുകൾ അതിന്റെ ലോഹിറിൽ കുടുങ്ങി കിടക്കും. ഏതിലേക്ക് പോവില്ല? ബാത്തിലേക്ക് പോവില്ല. ലോഹിർമ കൊടുക്കുന്നതുകൊണ്ടാണ് ഫഹം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ അടയാളം നമ്മൾ ലോഹിറിൽ കെട്ടിക്കെടുക്കുക എന്നുള്ളത്. എന്നുവെച്ചാൽ ബാത്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഫഹമുണ്ട് എന്ന് പറയാൻ കാരണം. അപ്പൊ ലോഹിറിൽ നിന്ന് ലോഹിറിന്റെ ബാത്തിലേക്ക് പോകാൻ നോക്കുമ്പോഴാണ് നമുക്ക് ഫഹം വർക്കൗട്ട് ആവുക. അതാണ് ഹിക്മത്തിൽ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഫഹം ഇല്ലാതെ ഇരിക്കാനുള്ള കാരണം? ഏത് വിഷയത്തെയും ലോഹിറിലേക്ക് സമീപിച്ചാൽ നമുക്ക് എന്തുണ്ടാവില്ല? ഫഹം ഉണ്ടാവില്ല. ഏത് വിഷയത്തിന്റെയും ബാത്തിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് ഏത് കിട്ടും? ഫഹം കിട്ടും. അപ്പൊ ഏത് സൃഷ്ടികളും എന്തുണ്ട്? ലോഹിറുണ്ട്, ബാത്തിനുണ്ട്. അത് നോക്കാം. എന്തുകൊണ്ടാണ് അല്ലാഹു തആല അങ്ങനെ ലോഹിറും ബാത്തിനും എല്ലാ സൃഷ്ടിയൊക്കെ ഉണ്ടാക്കി? അതിന് 2 കാരണങ്ങളുണ്ട്. ഞാൻ പറയും. എല്ലാം ഡയറക്റ്റ് ബാത്തിനാക്കിയാൽ പോലെയാണ്. പിന്നെ അള്ളാഹനെ വേഗം കിട്ടൂല എന്ന് ചിന്തിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അതിനും അള്ളാഹുവിന്റെ ഹിക്മത്തുണ്ട്.
അപ്പോൾ സൃഷ്ടികൾ എല്ലാത്തിനും എന്തുണ്ട്? ലോഹിറുണ്ട്, ബാത്തിനുണ്ട്. അങ്ങനെ ലോഹിറും ബാത്തിനും വെക്കാനുള്ള കാരണം എന്താ? അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. വഹിക്മത്ത് വായിക്കുക. അൽ അക്വാനു, സൃഷ്ടികൾ. കൗനിന്റെ ബഹുവചനാണ് ഏത്? അക്വാൻ. അപ്പൊ സൃഷ്ടികളാവുന്ന ലോഹിർവ, അതിന്റെ ബാഹ്യവശം ഇറത്തുൻ, ഒരു തരം ചതിയാണ്. ഇപ്പൊ ഒരു പൂവിനെ നിങ്ങൾ കാണണം. ഉദാഹരണം, ഒരു മനോഹരമായ പൂവ്, ഒരു പുഷ്പങ്ങളായി ചോക്കും, എന്തൊരു ഭംഗിയാണ്. നമ്മൾ അതിന്റെ ഭംഗിയിൽ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ അയിമ ഇങ്ങനെ അട്രാക്ട് ആയി അത് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു സംഭവമാക്കി കൊണ്ടുവന്ന് നോക്കൂ. ഒരു നല്ലൊരു മനോഹരമായ പുഷ്പങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. ഒരു റോസാപ്പൂ ആകട്ടെ, ഭയങ്കര ഭംഗിയാണ്, നല്ല രസമാണ്, നമുക്ക് എന്തോ അത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ അതിന്റെ ആ രസത്തിൽ ഇങ്ങനെ കുടുങ്ങി നമ്മുടെ മനസ്സ് ഫുള്ള് അതിനെ സ്വാധീനിച്ച് 4 ദിവസം കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അത് ഉണങ്ങിപ്പോവും. നമുക്ക് പിന്നെ ആ പൂവിനെ അത് തിരിഞ്ഞു നോക്കാൻ പറ്റുമോ? ഇതിനു വേണ്ടിയിട്ടാണ് എന്റെ മനസ്സ് ഇത്രയും അട്രാക്ട് ചെയ്തത്, ഇത്ര ദിവസം എന്റെ മനസ്സ് സ്വാധീനിച്ചു കഴിഞ്ഞത്, എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാധനമാണെന്ന് തോന്നിയത്. ഈ ശുഷ്കിക്കുന്ന അവസ്ഥയിൽ, മുരടിക്കുന്ന അവസ്ഥയിൽ പോകുന്ന ഈ സാധനത്തിന് വേണ്ടിയാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നപ്പോഴാണ് അതും നാശാവുമ്പോഴാണ്. അപ്പൊ അതിങ്ങനെ നാശാവുള്ളതാണ്, കേടരാനുള്ളതാണ്, എവർലാസ്റ്റിംഗ് ഇല്ലാത്തതാണ്, ഇതിനെന്തില്ല, ലൈഫ് ലോങ് വാലിറ്റി ഇല്ല എന്നൊക്കെ ബോധ്യപ്പെടുമ്പോഴാണ് അതിന്റെ പാത്തിലേക്ക്. അപ്പൊ അല്ലോ അക്വാൻ, എല്ലാ സൃഷ്ടികളും ലോഹിർവ, അതിന്റെ ബാഹ്യവശം ഇറത്തുൻ, ഒരു തരം ചതിയാണ്. ബാത്തിനുഹ ഇബ്റത്തുൻ, അതിന്റെ ആന്തരവശം, ഉൾവശം ഇബ്റത്തുൻ, ചിന്തിക്കാൻ പറ്റും. അത് ഭൂമിയിലുള്ള ഏത് സൃഷ്ടിയിലേക്ക് എടുത്താലും കാണുമ്പോൾ ചുരുക്കുണ്ടാവും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിലേക്ക് പോയാൽ ഇതിനൊന്നും എന്തില്ല, നിലനിൽപ്പില്ല, ഇതൊക്കെ നശിക്കാനുള്ളതാണ്. ഇതിന്റെ പേരിൽ ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എന്റെ സമയം കളയുന്നത് വെറുതെയാണ്. ഇത് ഹൃദയത്തിൽ അമിതമായി സ്വാധീനിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം ഇതൊക്കെ എന്നിൽ നിന്ന് ഒന്നിരിക്കൽ ഞാൻ അതിനെ ഒഴിവാക്കും, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കും. അതാണ് ബാത്തിൻ. അപ്പൊ ബാത്തിനുഹ ഇബ്റത്തുൻ, അതിന്റെ ഉൾവശം എന്താണ്? ചിന്തിക്കാനുള്ളതാണ്. അപ്പോ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ, ഫന്നഫ്സു തൻദുറു ഇലാ ലോഹിറതിഹ, നമുക്ക് നഫ്സുണ്ട്, കൽബുണ്ട്. നഫ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹത്തിന്റെ ഇഷ്ടങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ഭാഗമാണ്. നമ്മളെ ആത്മാവ് കൽബിന്റെ റോൾ എടുക്കും, നഫ്സിന്റെ റോൾ എടുക്കും. നോക്കൂ, നഫ്സിന്റെ റോൾ പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാ, ആത്മാവ് വിധേയമായി കൊടുക്കുക. കൽബ് എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കി ആത്മാവിനെ എന്ത് ചെയ്യാ. ഇവിടെ 2 പാർട്ടായിട്ട് ചുരുക്കി പറയുമ്പോൾ അങ്ങനെ ഉണ്ടാവാം. ചിന്തിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കുന്ന അവസ്ഥയിൽ ആത്മാവിനെ വിധേയമാക്കുക. അപ്പൊ ഫൻ നഫ്സു, നഫ്സ് എന്ന സംഗതി എന്താണ്? തൻദുറു, അത് നോക്കൽ, ഇലാ ലോഹിറതിഹ, അതിന്റെ ബാഹ്യമായ ചതിയിലേക്കാണ്. അപ്പൊ നഫ്സിന്റെ അവസ്ഥയിൽ കെട്ടിക്കിടക്കുന്ന ആത്മാക്കൾ ആരൊക്കെ ഉണ്ടോ, അവരെപ്പോഴും ഏതിലേക്കാ പോവാ? അതിന്റെ ബാഹ്യത്തിലേക്കാ പോവാ. ബാഹ്യമായ നമ്മുടെ ബിസിനസിന്റെ അതിർപ്പത്തില്, അല്ലെങ്കിൽ നമുക്ക് അല്ലാഹു തആല ബാഹ്യമായ സന്താനങ്ങളുടെ ആ അതിർപ്പത്തില്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ സ്ഥാനമാനത്തിന്റെ പേരില്, അല്ലെങ്കിൽ നമ്മളെ വീടിന്റെ പേരില്, അല്ലെങ്കിൽ നമുക്കുള്ള വാഹനങ്ങളുടെ പേരില്, അതിന്റെയൊക്കെ സന്തോഷത്തിൽ കിടന്ന് അതേപോലെ കണ്ട് എന്ത് ചെയ്യും, അതിർപ്പം കൊണ്ട് റിലാക്സ് കണ്ട് അതിന് മാത്രം സമയം ചെലവഴിച്ച് അതായ ജീവിതത്തിൽ ലക്ഷ്യമായിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ആത്മാവിനെ ഏത് ക്ഷണിക്കും? നഫ്സ് ക്ഷണിക്കും. അപ്പൊ നഫ്സ് എപ്പോഴും അതിന്റെ ലോഹിറിലേക്ക് നമ്മളെ ക്ഷണിക്കുകയുള്ളൂ, അതിലേക്ക് നോക്കുള്ളൂ. വൽ ഖൽബു, അതേസമയത്ത് ഹൃദയം എന്താണ്? എൻദുറു ഇലാ ബാത്തിനി ഇബ്റതിഹ, അതിന്റെ ആന്തരികമായ ചിന്തയിലേക്ക്. ഇതൊക്കെ എന്താണ് ഇതിന്റെ അവസ്ഥ? ഇത് എത്ര കാലം ഉണ്ടാവും? ഇതുകൊണ്ട് എനിക്ക് എത്രത്തോളം ഉപകാരം കിട്ടും? അല്ലാഹു തആല തീരുമാനിക്കാതെ കൊണ്ട് വല്ല ഉപകാരമുണ്ടോ? അല്ലെങ്കിൽ ഈ സാധനങ്ങൾ ചിലപ്പോൾ എന്തായിരിക്കാം, എനിക്ക് ഇതുകൊണ്ട് ചിലപ്പോൾ ഉപദ്രവമാകാം. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് മാത്രം എത്തിമാത് ചെയ്യല്.
ഇതിനെ മാത്രം അവലംബിക്കല്, ഇതിനെ മാത്രം, ഇതില്ലെങ്കിൽ എനിക്ക് കഴിയില്ല എന്നുള്ള തോന്നല്, ഇതിന്റെ ജീവിതത്തിൽ എന്നും വേണമെന്നുള്ള തോന്നലൊക്കെ എന്താണ്? ഇതൊക്കെ വെറും മൗഢ്യമാണ്, വിവരക്കേടാണ്, അത് വെറും അബദ്ധമാണ്. അള്ളാഹു ഇല്ലാത്ത വേറെ എല്ലാ സംഗതികളും എന്താണ്? വെറുതെയാണ്. അതൊക്കെ ഏത് സമയത്ത് നമുക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളതാണ്. ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് ഇതുവഴി അള്ളാഹുവിനെ കൂടെ കൂട്ടലാണ് വേണ്ടത്. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ അപകടത്തിൽ പോവും എന്നൊക്കെ ഈ കാര്യത്തിന് അതിൻ്റെതായ റോളിൽ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അതിന്റെ അവസാനം വരെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഗ്രാഹ്യശക്തി ഉണ്ടാക്കുന്ന പണിയാണ് എതിർക്കുക, കൽബ്. ആത്മാവ് എന്ത് ചെയ്യും? അതിന്റെ നഫ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ലോഹറിലേക്ക് നോക്കും. അപ്പൊ നഫ്സ് ഉദ്ദേശിക്കണം. അപ്പൊ നഫ്സിന് വിധേയമാകുന്ന ആത്മാവുണ്ട്, കൽബിന് വിധേയമാവുന്ന ആത്മാവുണ്ട്. അപ്പൊ ബാത്തിലേക്ക് നോക്കുന്ന, കൽബിന്റെ റോൾ എടുക്കുന്ന ആത്മാവുണ്ടെങ്കിൽ നമുക്ക് ഏത് കിട്ടും? ഫഹ്മ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല, ഫഹ്മ് നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് സംഗതികൾക്ക് എന്തുണ്ട്? ലോഹിറുണ്ട്, ബാത്തിനുണ്ട്. അപ്പൊ നഫ്സ് എപ്പോഴും അതിന്റെ ലോഹിറിലേക്ക് നോക്കുള്ളൂ, കൽബ് എപ്പോഴും അതിന്റെ ഏതിലേക്ക് നോക്കും? ബാത്തിലേക്ക് നോക്കും. ലോഹിർ എപ്പോഴും എന്താണ്? ഒരുതരം ചതിയാണ്. ബാത്തിൻ എപ്പോഴും എന്താണ്? മനുഷ്യനെ ചിന്തിപ്പിക്കുന്നതും കാര്യങ്ങളുടെ യഥാർത്ഥ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതുമാണ്. ഇനി മനസ്സിലാക്കുക, അല്ലാഹു തആല എന്തുകൊണ്ടാണ് എല്ലാ സംഗതികൾക്കും എന്ത് ചെയ്തത്? ലോഹിർ ചതിയാക്കി വെച്ചത് എന്നുള്ളതാണ്. അപ്പൊ എല്ലാത്തിന്റെയും ലോഹിർ എന്താണ്? അപകടമാണ് എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ വിഷയങ്ങളുടെ ലോഹിർ എപ്പോഴും എന്താണ്? മനുഷ്യന് കാണാൻ രസമുള്ളതും ഭയങ്കര ആകർഷിക്കുന്നതും മനോഹരമായിട്ടുള്ള സംഗതിയാണ്. മനസ്സെപ്പോഴും എന്ത് ചെയ്യും? അതിലേക്ക് ഇഷ്ടപ്പെടും. മനുഷ്യന്റെ എല്ലാ മേഖലയിലും ഇങ്ങനെയാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, പിന്നെ നമ്മൾ കേൾക്കുന്ന ഭക്ഷണങ്ങളാകട്ടെ, പാനീയങ്ങളാകട്ടെ, വസ്ത്രങ്ങളാകട്ടെ, വാഹനങ്ങളാകട്ടെ, വൈവാഹിക ജീവിതമാകട്ടെ, താമസങ്ങളാകട്ടെ, നമ്മുടെ ബിസിനസ്സുകളാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തുകളാകട്ടെ, സന്താനങ്ങളാകട്ടെ, അല്ലെങ്കിൽ നമുക്ക് കുറേ കൂട്ടുകാരുണ്ടാകുന്നതാവട്ടെ, അല്ലെങ്കിൽ കുടുംബങ്ങളാകട്ടെ, അല്ലെങ്കിൽ നമുക്കുള്ള നമ്മളെ സജ്ജീകരണ സംവിധാനങ്ങളാകട്ടെ, ഇതൊക്കെ ഒരാൾക്ക് കൂടി കിട്ടിയാൽ സാധാരണ നഫ്സ് ചിന്തിക്കുന്ന ആളെന്നെയും ഇതൊക്കെ വലിയ സന്തോഷമായിട്ട്, വലിയ റാഹത്തായിട്ട് തോന്നും. ഇപ്പൊ ഒരാൾക്ക് വലിയ മനോഹരമായ വീടുണ്ടെങ്കിൽ, കാരണം ഇതൊക്കെ ബാഹ്യമായിട്ട് എപ്പോഴും എന്താണ്? അങ്ങനെ അതിലേക്കൊരു മനോഹാരിത ആര് വെച്ചിട്ടുണ്ട്? അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു തആല എന്ത് പറയുന്നുണ്ട്? നമ്മളോട് പറയുന്നുണ്ട്. അതെന്തിനു വെച്ചാൽ അള്ളാഹുവിന്റെ ഹക്കീക്കത്ത്, സിറ്, അള്ളാഹുവിന്റെ അതിന്റെ പിന്നിലൊക്കെ അള്ളാഹുവിന്റെ സിറുകളുണ്ട്. ആ സിറുകളെ ഈ മനോഹാരിത കൊണ്ട് അല്ലാഹു തആല എന്ത് ചെയ്തത്? മറച്ചു വെച്ചു. അപ്പൊ ആ മനോഹാരിതയിൽ കുടുങ്ങിയാൽ, ആ ഭംഗിയിൽ കുടുങ്ങിയാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയില്ല? അള്ളാഹുവിന്റെ സ്വകാര്യത മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ ആ മനോഹാരിത അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ ഉള്ളിലേക്ക് പോയാലാണ് നമുക്ക് സർവശക്തനായ അള്ളാഹുവിനെ കാണാൻ കഴിയുക. അതാണ് ലോഹിറും ബാത്തിനുമുള്ള പ്രശ്നം. ഇങ്ങനെ കൊടുക്കരുത് എന്ന് അല്ലാഹു തആല, ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് വെച്ചിട്ടുള്ളത്, ഇതിനു വേണ്ടിയാണ് വെച്ചിട്ടുള്ളത്. അല്ലാഹു തആല നമുക്ക് നിരന്തരം എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് താക്കീത് നൽകുന്നുണ്ട്, നമുക്ക് നന്മ സൂചിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ എത്രപോലെ ആയത്തുകളാണ്. ഇതൊക്കെ എന്താണ്? വെറും അലങ്കാരങ്ങൾ മാത്രമാണ്. അതിൽ നിങ്ങൾ പെടരുത്, കുടുങ്ങരുത്. അതിൽ പെടുന്ന ആളുകളുണ്ട്, നഫ്സിന്റെ ആളുകളുണ്ട്. ആ നഫ്സിന്റെ ആളുകളായിട്ട് മാറരുത്, ആ ചതിയിൽ നിങ്ങൾ പെടരുത് എന്ന് പറയാൻ എത്ര പോലെ ആയത്തുകളാണ് അല്ലാഹു തആല നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ളതെന്ന് അറിയാം. സൂറത്തുൽ പിന്നെ ആൽ ഇംറാനിലെ ആയത്ത്, വലിയൊരു ആയത്ത് കാണാം. സൂറത്ത് ആൽ ഇംറാനിലെ 14-ാമത്തെ ആയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة ذلك متاع الحياة الدنيا എന്ന് പറയുന്നത്. ഷഹവാത്തുകളുടെ ഇഷ്ടം അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? ജനങ്ങൾക്ക്
ഷഹവാത്തുകളോടുള്ള ചില ചില കാര്യങ്ങളോടുള്ള താല്പര്യത്തോടുള്ള ഇഷ്ടം അള്ളാഹു തആല വെച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ്. അപ്പൊ അതിനോടൊക്കെ നമുക്ക് ഓൾറെഡി എന്തുണ്ടാകുന്നുണ്ട്? ഒരിഷ്ടം ഉണ്ട്. പക്ഷെ ആ ഇഷ്ടം അള്ളാഹുവിനെ മറികടന്നുള്ള ഇഷ്ടാവാൻ പാടില്ല. അപ്പൊ അതിൽ പറയുന്ന സ്ത്രീകള്, അതുപോലെ സന്താനങ്ങള് ഒക്കെ ഉണ്ട്. എന്നിട്ട് അള്ളാഹു തആല പറയുന്നത് ഔനബികും ബിഖൈറിൻ മിൻ ദാലികും ലില്ലദീന തഖൂ ഇൻദ റബ്ബിഹിം ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാറു ഖാലിദീന ഫീഹാ വഅസ്വാജു മുതഖറ വറിദ്വാനു മിനല്ലാഹ് വല്ലാഹു ബസീറുൻ ബിൽ ഇബാദ്. ഇതൊക്കെ മനുഷ്യന് ഇഷ്ടമുണ്ടാവുന്ന സാധനങ്ങളാണ്. അതിനോടൊരു വീക്ക്നെസ് പൊതുവെ മനുഷ്യന് ഉണ്ടാവാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആ വീക്ക്നെസ്സിന് അതിന്റെ ലോഹയിൽ നിങ്ങൾ കുടുങ്ങാൻ പാടില്ല. കാരണം അതിനേക്കാളും ഹൈറാ സംഗതി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കലാണ്. അങ്ങനെ നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് അരുവികൾ ഒഴുകുന്ന സ്വർഗങ്ങൾ കിട്ടും, പരിശുദ്ധരായ ഭാര്യമാരെ കിട്ടും, എല്ലാ ശാശ്വതമായ സുഖങ്ങളും കിട്ടും. നിങ്ങൾ അദ്ദേഹം പറഞ്ഞ ഇതിൽ കുടുങ്ങാൻ പാടില്ല. അപ്പൊ ലോഹിർ ഒരു തരം ചതിയാണ്. ആ ലോഹിൽ നിങ്ങൾ പെടരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ നഫ്സിന് വിധേയമായി ജീവിക്കുന്ന ആളുകൾ എപ്പോഴും ലോഹിറിലാണ് പെടുക. നിങ്ങൾ വേറെ ആലോചിച്ച് നോക്കൂ. സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ആയത്തുണ്ട്. അതിൽ സൂഫിയാക്കൾ കൊടുത്ത തസവ്വുഫിന്റെ ആലിമുകൾ കൊടുത്ത ഒരു വ്യാഖ്യാനം ഭയങ്കര രസകരമായി തോന്നി. സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഓതുന്നുണ്ട്. എന്താണ്? എന്താണ്? മാ അലൽ അർദി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. അല്ലെ, തുടങ്ങി വരുമ്പോ തന്നെ ഓതുന്ന ആയത്താണ്. ഭൂമിയുള്ള എല്ലാം എന്ത് ചെയ്യും? വളരെയധികം മനോഹരമാക്കി. എന്തുകൊണ്ടാണ്? നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഭൂമിയെ ബാഹ്യമായിട്ട് അല്ലാഹു തആല അലങ്കൃതമാക്കിയെന്നാണ്. ഈ ബാഹ്യമായ അലങ്കാരം അല്ലാഹു തആല കൊടുത്തതിൽ അഹ്സനു, നിങ്ങളിൽ ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നവൻ ആരാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. നോക്കുക, എന്താണ് അവിടെ അഹ്സനു അമൽ എന്ന് പറഞ്ഞാൽ? അപ്പൊ ഭൂമിയുള്ള എല്ലാ മനുഷ്യനെ സംബന്ധിച്ചെന്താണ്? ആകർഷിക്കുന്നതാണ്, അവരിഷ്ടപ്പെടുന്നതാണ്. അത് വെച്ചുകൊണ്ട് അല്ലാഹു തആല നിങ്ങളെ ഏറ്റവും നല്ല പണിയെടുക്കുന്നവരാണെന്നാണ്. അതിന് മുഫസ്സിരീൻ കൊടുത്ത ചില മുഹമ്മദ് കൊടുത്ത എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ആരാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും അതിനോട് മാനസികമായിട്ട് എന്ത് ചെയ്യാ സുഹൃത്തുള്ള ആള്, അതിനോട് മാനസികമായി വിരക്തിയുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി. അപ്പൊ ലോഹിറായ ദുന്യാവിനുണ്ടായിട്ടും മാനസികമായിട്ട് അതിനോട് യാതൊരു പിന്തുണയും കൊടുക്കാതെ ഇതൊക്കെ നൈമിഷികമാണ്, ഇതൊക്കെ നിലനിൽപ്പില്ല, ഇതുകൊണ്ടൊന്നും എനിക്കൊന്നില്ല, ശാശ്വത സമാധാനം കിട്ടൂല എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ മാനസികമായി വെടിയുന്നവർ ആരൊക്കെ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സൃഷ്ടികളൊക്കെ ലോഹിത മനോഹരമാണ്. പക്ഷെ ബാത്തിൻ എന്താണ്? അള്ളാഹിനെ കുറിച്ച് ബോധ്യം ഉണ്ടാക്കാനുള്ളതാണ്. അപ്പൊ ആ ബോധ്യത്തിൽ ഇതിനെ എങ്ങനെയൊക്കെ സമീപിക്കുന്നത്, കൈകാര്യം ചെയ്ത് എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തആല ഭൂമിയെ മനോഹരമാക്കി എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ എന്താ പറഞ്ഞത്? സൂറത്തുൽ ഹജ്റിൽ കാണാം, വലാ തമുദ്ദന്ന അയ്നൈക ഇലാ മാ മത്തഅന ബിഹി അസ്വാജൻ മിൻഹും. ചില അവിശ്വാസികൾക്ക് അല്ലാഹു തആല ഒരുപാട് സമ്പത്തുകളും അഭിവൃദ്ധികളും അന്നത്തെ കാലത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാറ്റിലും പിന്നെ ഒരുപാട് മക്കളുണ്ട്, പിന്നെ മക്കളൊന്നും ചെയ്യുന്നില്ലല്ലോ, സമ്പത്തില്ല അല്ലേ. അതുപോലെ ഒരുപാട് പിന്നെ തോട്ടങ്ങളുണ്ടായിരുന്നു, ഒരുപാട് മക്കളുണ്ടായിരുന്നു, ഒരുപാട് സ്ഥാനങ്ങളുണ്ടായിരുന്നു. റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? നിങ്ങൾ അവർക്ക് എല്ലാ ഐറ്റംസിനും ഒരുപാട് അഭിവൃദ്ധികൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ആണ്ടൊന്നും ചെയ്യണ്ട, തിരിഞ്ഞ് നോക്കണ്ടെന്നാണ്. വലാ തമുദ്ദന്ന അയ്നൈക, നിങ്ങൾ കണ്ണെന്ത് ചെയ്യണ്ട, അങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നീട്ടണ്ടെന്നാണ്. കണ്ണ് നീട്ടണ്ട പറഞ്ഞാൽ കണ്ണെന്ത് ചെയ്യണം, നിങ്ങള് ശ്രദ്ധിക്കേണ്ടതാണ്. അതൊക്കെ ഒരു ബാഹ്യമായ താൽക്കാലിക അലങ്കാരങ്ങളാണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണ്ട, നിങ്ങള് ശ്രദ്ധിച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഫിക്റാവണ്ട,
അതിനുള്ളിലൊക്കെ തന്നെ അത് മര്യാദയ്ക്ക് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ എന്താണ് ഒരു തരം ചതിയാണ്. അപ്പൊ നബി ഞങ്ങൾ എന്ത് ചെയ്യണ്ട? നബി മോമിനിയാണ്, വിശ്വാസിയാണ്, നബി പുതിയ വിശ്വാസിയാണ്. പക്ഷെ ഒന്നുമില്ല, മുതലില്ല, സമ്പത്തില്ല, ഒന്നുമില്ല, പ്രയാസത്തിലാണ്, പട്ടിണിയിലാണ്. മറ്റൊരു ഒന്നും അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ല, പേടിക്കില്ല. പക്ഷെ ഭയങ്കര സുഭിക്ഷമായ ജീവിതമാണ് അല്ലേ എല്ലായിടത്തും. അതുകൊണ്ട് അപ്പൊ എന്താണ് അത് എന്തില്ല, ഒരു കഴമ്പും ഇല്ല അതില്ലെന്നാണ് പറയുന്നത്. അതിലൊരു കഴമ്പും ഇല്ല. അള്ളാഹു തആല ദുനിയാവിനെ വെച്ചോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു തആല ദുനിയാവിനെ സൃഷ്ടിച്ച ശേഷം ദുനിയാവിലേക്ക് ഒരു കാരുണ്യത്തിന് നോട്ടം, ദുനിയാവിലേക്ക് ഒരു താല്പര്യത്തിന് നോട്ടം അള്ളാഹു തആല നോക്കിയിട്ടില്ല എന്നാണ്. അതിനെ വളരെ നിസ്സാരമാക്കുന്ന ഒരുപാട് ഹദീസിൽ കാണാം. അള്ളാഹു തആല കൊതുകിന്റെ ചിറകിന്റെ സ്ഥാനം പോലും കൊടുത്തിട്ടില്ല, ഈ ലോകത്തിന് കൊടുത്തിട്ടില്ല എന്നും ഹദീസിൽ കാണാം. നമ്മൾ പറയുന്നുണ്ട്. അപ്പോ അതിമല് സമയം കളഞ്ഞ് അത് ഒരുമിച്ച് കൂട്ടാ, ഇതിനാണ് ജീവിതം, ഇതില്ലെങ്കിൽ ഒന്നുമില്ല, ഇത് നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ച് അതിനു വേണ്ടി എന്ത് ചെയ്യും, ത്യാഗം ചെയ്ത് ജീവിതം ചെലവഴിക്കുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ അപ്രതീക്ഷിതമായി വയ്ക്കുമ്പോൾ അവർക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ കൊണ്ടുപോകാൻ എന്തുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആ നഷ്ടം തീർത്താൽ എന്തെയില്ല, തീരുകയില്ല. അപ്പൊ ആ നഷ്ടം വരാതിരിക്കാനുള്ള പണിയാണ് അതിന്റെ ബാത്തിലേക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക്. അതുകൊണ്ട് ചില മഹാന്മാർക്കൊക്കെ ദുന്യവിയായ അഭിവൃദ്ധി വന്നാൽ കാണിച്ചോക്കണം. ചില മഹാന്മാർക്കൊക്കെ അപ്രതീക്ഷിതമായി ദുന്യവിയ അഭിവൃദ്ധി വന്നാൽ ചില സൂഫിയാക്കൾ ചിന്തിച്ചിരുന്നു, എന്ത് പഠിച്ചോനെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തേക്കണോ? ആലോചിച്ചോക്കൾ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ മനസ്സിലാണില്ല. ചില മഹാന്മാർക്ക് എന്തെങ്കിലും അഭിവൃദ്ധി കിട്ടിയാൽ നമുക്ക് എന്താ ചെയ്യാ, നമുക്ക് കുറച്ച് അഭിവൃദ്ധി കയറൊക്കെ വന്നാൽ പഠിച്ചോനെ നല്ല ഇഷ്ടപ്പെട്ടിരിക്കണ്, ഇഷ്ടംപോലെ തരുന്നുണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഏതായാലും വിവരമില്ലാത്തതുകൊണ്ടാണ്. ചില സൂഫിയാക്കൾക്ക് അള്ളാഹു തആല ജീവിതത്തിൽ അഭിവൃദ്ധി ഒന്ന് കൂട്ടിക്കൊടുത്തപ്പോ അവര് പഠിച്ചോണ്ട് തൗബ ചെയ്യുന്നു, പഠിച്ചോനെ ഇത് എന്തെങ്കിലും തെറ്റ് പറ്റിയ എന്ന് ചോദിച്ചിരുന്ന. അതേസമയത്ത് പ്രയാസം വരുമ്പോ ഇത് സ്വാലിഹ്യങ്ങൾക്കുള്ള പരിപാടി തന്നെയാണ്. എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ട ദുനിയാവിൽ എപ്പോഴും സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ കഴിയാന്ന്, അത് ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും ഇതിന്റെ കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ ടെൻഷനും മാറിയുന്ന, അത് മഹാമണ്ഡത്രാണ്. അത് ബാത്തിലേക്ക് നോക്കാത്തതുകൊണ്ടാണ്. അത് കഴിഞ്ഞാൽ അതിനപ്പുറത്തെ ടെൻഷൻ ഉണ്ടാകത്തില്ല. രാവും പകലും പോലെ സുഖവും മാറി മാറി നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോ നമ്മളെ സംബന്ധിച്ചു അപ്പൊ മഹാന്മാരായ ആളുകളൊക്കെ ചില പ്രയാസങ്ങൾ വന്നാൽ അവർ അള്ളാഹുവിനെ സന്തോഷിക്കുന്ന, ഇതൊക്കെയാണ് സ്വാലിഹ്യങ്ങളായ ആളുകൾക്ക് ഉണ്ടായിരുന്നത്. പഠിച്ചവനെ നിനക്ക് സ്വാഗതം, നിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന. അഭിവൃദ്ധി എന്നാ പേടിച്ചിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ മനസ്സിലാക്കുക, എല്ലാ സത്യങ്ങളും ലോഹിർ എന്താണ്, ഒരുതരം അന്ധകാരമാണ്, ബാത്തിലാണ് ശരിക്കും നൂറുള്ളത്. അപ്പൊ നമുക്ക് അള്ളാഹുവിന്റെ സമ്പത്ത് തന്ന്, സ്ഥാനമാനങ്ങൾ തന്ന്, വാഹനങ്ങൾ തന്ന്, അതിനൊന്നും അതൃപ്പം കൊള്ളാന്നുള്ളത് എന്നല്ല, നമുക്ക് ഉചിതമല്ല. അതൊക്കെ അള്ളാഹുവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതാവുമ്പോൾ നമുക്ക് വിജയിക്കാൻ കഴിയും. അല്ലാതെ അതിൽ സന്തോഷിച്ചു അള്ളാഹു എനിക്ക് ഇഷ്ടംപോലെ സമ്പത്താവുന്നത് ഞാൻ കുടുങ്ങൂല. നമ്മളെ സംഗതി മനസ്സിലാക്കുന്നത്, നമ്മൾ ഏതിമലാണോ കൂടുതൽ മുമ്പിലാണെങ്കിൽ കേട്ടോ, നമ്മൾ വിശ്വാസിയാണെങ്കിൽ മനസ്സിലാക്കുക, നമ്മൾ ഏതിമലാണോ കൂടുതൽ എനിക്ക് ആത്മവിശ്വാസം കൂടുതൽ കൊടുക്കണേ, അതുകൊണ്ട് പഠിച്ചോ നമ്മളെ പരീക്ഷിക്കും. മുമ്പിനാണ് എന്റെ ജീവിതം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തീരെ പ്രയാസം ഉണ്ടാവില്ലാന്ന് തോന്നിയ സംഗതി കൊണ്ട് എനിക്ക് നല്ല പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒന്നിലേക്ക് ഞാൻ എന്ത് ചെയ്യില്ല. എന്റെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ ഞാൻ എനിക്ക് സേഫായി തോന്നിയ 3 കാര്യങ്ങൾ കൊണ്ട് പഠിച്ചു എനിക്ക് ഒരിക്കലും സേഫല്ല എന്ന് ബോധ്യപ്പെടുത്തി. എനിക്ക് എന്തായാലും പ്രശ്നം എനിക്കതുണ്ടല്ലോ എന്ന് തോന്നിയ 3 സംഭവം എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച 3 പാഠങ്ങൾ ഇപ്പൊ കൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ആ 3 പാഠങ്ങളും ശുദ്ധ അബദ്ധാണ്, ചിന്തിച്ച മഹാഅബദ്ധാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു എന്റെ മോന് നല്ല പണിയുണ്ട്, ജോലിയുണ്ട്, അവനക്ക് പ്രശ്നമാണെന്ന് തോന്നി, അത് അബദ്ധാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഇഷ്ടം പോലെ വാടക പിഴിക്കാണ്ട്, അതുകൊണ്ട് ഞാൻ കൊടുക്കൂലെന്ന് തോന്നുന്നത് അബദ്ധാണ്.
അപ്പൊ അതിനൊന്നും കൊടുക്കാൻ പാടില്ല. അതൊക്കെ ലോഹിർ നോക്കിയിട്ട് കൊണ്ടാണ്. നഫ്സ് നമ്മളെ ലോയറിലേക്ക് നോക്കിപ്പിക്കണം. ബാത്തിൻ എന്താണ്? അതിനൊന്നുമില്ല. ഞാൻ പറയുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, നബിക്ക് എപ്പോഴും ഞാൻ എടുക്ക് പറയാറുണ്ടല്ലോ, നബിക്ക് എപ്പോഴും തോന്നിയിരുന്നു എനിക്ക് എല്ലാത്തിനും സഹായിക്കാൻ നല്ല ബുദ്ധിമതിയായ എന്റെ ഭാര്യയുണ്ട്, ആയിഷ ഉണ്ട്. ആയിഷാബിക്ക് തോന്നിയിരുന്നു എനിക്ക് എല്ലാത്തിനും പറ്റിയ എല്ലാത്തിനും ലോക പ്രവാചകൻ സയ്യിദുൽ ഒരു ഭർത്താവുണ്ട്. എന്താ ഉണ്ടായത്? വ്യഭിചാരോപണം വന്നപ്പോ നബിക്ക് ആയിഷാബിയെ വേണ്ടാതായി, ആയിഷാബിക്ക് ആരെയും വേണ്ടാതായി, റസൂലുള്ളാഹിനെ വേണ്ടാതായി. രണ്ടാക്കും പിന്നെ ആര് മതി? ഞങ്ങളെ ഈ വിഷയത്തിൽ കരകയറാൻ പഠിച്ചോൻ തന്നെ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അള്ളാഹുവിലേക്ക് മാറ്റി. അപ്പൊ ഏത് വിഷയത്തിലാകട്ടെ നമുക്ക് സമ്പത്ത് നിന്ന് അതിൽ നമ്മൾ ആത്മവിശ്വാസം കൊള്ളാൻ പാടില്ല. എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ, അൽഹംദുലില്ലാഹ് ഉഷാറാണല്ലോ എന്ത് ചെയ്യണ്ട നമ്മൾ ആത്മവിശ്വാസം കൊള്ളരുത്. മക്കൾക്ക് ജോലി ഉണ്ട്, ആത്മവിശ്വാസം കൊള്ളരുത്. നമുക്ക് അള്ളാഹു ഉണ്ട് എന്നതിൽ മാത്രം നമ്മൾ ആത്മവിശ്വാസം കൊള്ളാൻ പാടുള്ളൂ. അപ്പൊ ഇത് അള്ളാഹു ഉണ്ട് നമുക്ക് തോന്നണമെങ്കിൽ ഇതിന്റെ ബാത്തിലേക്ക് പോകണം. കാരണം ഇതിന് എന്തില്ല, നിലനിൽപ്പ് ഇല്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ റസൂൽ അലി റളിയല്ലാഹു അൻഹു മഹാനായ സൽമാൻ ഫാരിസിക്ക് ഒരിക്കൽ കത്തെഴുതി. ആരാ സൽമാൻ ഫാരിസി? ചെറുപ്പത്തിൽ വീട് വിട്ടിറങ്ങി അള്ളാഹുവിനെ അന്വേഷിച്ച് പ്രവാചകനെ അന്വേഷിച്ച് ജീവിതയാത്ര നടത്തിയ ആളാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്രത്തോളം ഒരു യാത്ര നടത്തിയ ഒരാളെ ചിലപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. എല്ലാ അഭിവൃദ്ധി ഉണ്ടായിട്ട് എല്ലാ സുഭിക്ഷമായ ജീവിതത്തിൽ നിന്നും പരിശുദ്ധ ദീൻ അന്വേഷിച്ചുകൊണ്ട് വീട് വിട്ടിറങ്ങി ഒരുപാട് പുരോഹിതന്മാരോട് കറങ്ങി അവസാനം മദീനയിലെത്താൻ വേണ്ടി ജീവിതത്തിൽ വലിയ ത്യാഗം ചെയ്തു. പൈസ ഇല്ലാണ്ട് അടിമയായി നിന്നോടത്ത് അടിമച്ചന്തയിൽ വിൽപ്പന നടത്തി പക്ഷെ അടിമയായി ജീവിച്ച് പിന്നീട് സ്വതന്ത്രനായി മാറി പ്രവാചകനെ കണ്ടെത്തിയ സൽമാൻ ഫാരിസിയോട് മഹാനായ റളിയല്ലാഹു അൻഹു പറയാണ്, യാ സൽമാൻ, നിങ്ങൾ ദുന്യാവിന്റെ ദുന്യാവ് എന്ന് പറഞ്ഞാൽ ഒരു സർപ്പത്തെ പോലെയാണ്. സർപ്പം തൊടാൻ ഭയങ്കര സ്മൂത്തിലെത്താ അല്ലേ, തൊട്ടാൻ ഭയങ്കര സ്മൂത്താണ് ഏത് സർപ്പം. പക്ഷെ നന്നായി തൊട്ടാന്നുണ്ടോ വിവരം അറിയും. അത് നീ ശ്രദ്ധിക്കണമെന്ന് സൽമാൻ ഫാരിസിക്ക് ആര് മെസ്സേജ് അയച്ചു? മെസ്സേജ് അയച്ചായിട്ട് കാണാൻ കഴിയും. അപ്പോ ഏത് സംഗതികളെയും ഒരു മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് മിൻഹാജുൽ ആബിദീനിൽ ഒരു സൂഫിയുടെ ചരിത്രം പറയുന്നുണ്ട്. അതായത് അദ്ദേഹം ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു മനോഹരമായ വീട് കണ്ടു. അപ്പോ വെറുതെ ചിന്തിച്ചു, ഇപ്പൊ ഈ വീടിന് ഇപ്പൊ എത്ര ആയിട്ടുണ്ടോ, ഇപ്പൊ ഉണ്ടാക്കണ എന്ത് ചെലവോ ഉണ്ടാവും എന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ നടന്നു. പിന്നെ അദ്ദേഹത്തിന് കുറ്റബോധം തോന്നി, എന്തിനപ്പൊ ഞാനത് ചിന്തിക്കുന്നത്, എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ, എന്തൊരു മോശത്തരം ചെയ്തത്. അപ്പൊ ഇപ്പോഴും എന്റെ നഫ്സ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കുടുങ്ങി കിടക്കണല്ലോ. അപ്പൊ എന്റെ നഫ്സിനെ എനിക്ക് എന്ത് ചെയ്യണം, നന്നാക്കി എടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചിന്താഗതി വന്നതിന്റെ പേരിൽ മാത്രം അദ്ദേഹം 1 വർഷം തുടർച്ചയായി നോമ്പ് നോറ്റു എന്ന് കാണാം. അപ്പൊ നമ്മളും അവരൊക്കെ എത്ര വ്യത്യാസം. അവൻ പറയുന്നത് ഫഹ്മ് നഷ്ടപ്പെടാനുള്ള കാരണം നമ്മൾ അതിന്റെ പാട്ടിലേക്ക് നോക്കാത്തത് കൊണ്ടാണ്. ദുന്യാവിനുണ്ട്, ലോഹിറുണ്ട്, ബാത്തിനുണ്ട്. ആ ലോഹിറിൽ കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുകൾ മൂടിയിരിക്കാൻ. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നവർക്ക് ലോഹിറിലേക്ക് നോക്കി ആരെ കിട്ടൂല? പടച്ചോനെ കിട്ടൂല. പടച്ചോനെ കിട്ടണേ ബാത്തിലേക്ക് പോകണം. ബാത്തിൽ പോയാൽ പടച്ചോനെ ഉണ്ടാവുള്ളൂ, അള്ളാഹുവേ ഉണ്ടാവുള്ളൂ. അപ്പൊ അള്ളാഹുവിനെ എല്ലാവർക്കും കിട്ടാതിരിക്കാൻ വേണ്ടി തന്നെ പഠിച്ചാണ് ലോഹിറും ബാത്തിനും കൊടുത്തിട്ടുള്ളത്. നിർത്തുകയാണ്. അള്ളാഹു തആല പറഞ്ഞു കേട്ടും എല്ലാം സ്വലിയാമലാക്കി സ്വീകരിക്കട്ടെ. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല ആഫിയാക്കട്ടെ.